പാലക്കാട് മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇക്ബാൽ അർക്കലിലേക്ക് പോവുകയാണ്. ഇക്ബാൽ, മോക്ക് പോളിംഗ് ആരംഭിച്ചല്ലേ പാലക്കാട്? ശ്രുതി, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 24-ാം വാർഡിലാണ്. ഈ വാർഡ് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് ഈ വാർഡിലെ 2 ബൂത്തുകളും വരുന്നത്. ഏതായാലും ഈ 2 ബൂത്തുകളിലെയും മോക്ക് പോളിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ബൂത്ത് ഏജന്റുമാരെല്ലാം നേരത്തെ തന്നെ എത്തിയിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഏതായാലും ആ മോക്ക് പോളിംഗ് നടപടികൾ ആരംഭിച്ചതിൻ്റെ തിരക്കിലാണ്. ഓരോ സ്ഥാനാർത്ഥികൾക്കും 3 വോട്ടുകൾ വീതം നൽകി മോക്ക് പോളിംഗ് നടത്തും. അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കാനാണ് നീക്കം. ഏതായാലും 7 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. പരമാവധി വോട്ടർമാരെ നേരത്തെ തന്നെ അതിരാവിലെ തന്നെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് കടക്കുകയും ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സുൽത്താൻ പേട്ട് ഉള്ള ഈ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ഈ 2-ാം നമ്പർ ബൂത്തിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ 2-ാം നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ ഏതായാലും ഇന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യമെല്ലാം ലഭിച്ചതോടുകൂടി വോട്ട് ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടത് ഈ ബൂത്തിൽ നിന്നാണ്. ഈ ബൂത്തിലെ വോട്ടറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യമെല്ലാം ലഭിച്ച സാഹചര്യത്തിൽ വോട്ടെടുപ്പിന് എത്തുമോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ബൂത്തിലെ 2-ാം നമ്പർ ബൂത്തിൽ 847 എന്ന ക്രമ നമ്പറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടുള്ളത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടേക്ക് എത്തുകയാണെങ്കിൽ പോലീസ് നടപടിക്കൊപ്പം തന്നെ കനത്ത പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി ഉണ്ട്. നേരത്തെ തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തുമ്പോഴെല്ലാം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ ഈ അതിജീവിതമാർ തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും എല്ലാം പരാതി നൽകിയ സാഹചര്യത്തിൽ ഏതായാലും പ്രതിഷേധങ്ങൾക്ക് കൂടി ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത കൂടി പാലക്കാട് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൻ പോലീസ് സുരക്ഷ തന്നെ ഈ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പാലക്കാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ 3 മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള ജില്ലയാണ് പാലക്കാട്. BJP ആയിക്കോട്ടെ, BJP ആണ് കഴിഞ്ഞ 10 വർഷമായി പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഭരിക്കുന്നത്. LDF ആണ് വർഷങ്ങളായി രൂപീകരിച്ച മുതൽ തന്നെ പാലക്കാട് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ പാലക്കാട് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത്. UDFന് വേറെ മേൽക്കായുള്ള ഒരു ജില്ലയാണ്. UDF ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ തവണ അവർക്ക് പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. V4 പട്ടാമ്പിയുടെ കാര്യത്തിൽ LDF അന്ന് ഭരണം പിടിച്ചെടുത്തിരുന്നു. പക്ഷേ ഇത്തവണ V4 പട്ടാമ്പി തന്നെ കോൺഗ്രസിൽ ലയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ തിരിച്ചു പിടിക്കാമെന്ന ലക്ഷ്യമാണ് UDFന് മുന്നുള്ളത്. മാത്രമല്ല പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ UDF വലിയ രീതിയിൽ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. അങ്ങനെ എല്ലാ മുന്നണികൾക്കും വലിയ രീതിയിൽ പ്രതീക്ഷയുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. 88ഓളം പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ പഞ്ചായത്തുകളിലെല്ലാം എല്ലാ സ്ഥാനാർത്ഥികളും വലിയ രീതിയിൽ പ്രതീക്ഷയുണ്ട്. 24 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇത്തവണ പാലക്കാട് ജനവിധി എഴുതാൻ വേണ്ടി എത്തുന്നത്. പരമാവധി വോട്ടർമാരെ എല്ലാവരെയും തന്നെ അതിരാവിലെ തന്നെ വോട്ടെടുപ്പിനെ എത്തിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുക. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പാലക്കാട് സുൽത്താൻ പേട്ടുള്ള സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ 1-ാം നമ്പർ ബൂത്താണ്. ഇവിടെ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ ഒരുക്കങ്ങളൊക്കെ ആയി. എത്രാമത്തെ തെരഞ്ഞെടുപ്പ്? ഒരുപാട് തെരഞ്ഞെടുപ്പായി. ഇവിടെ മോക്ക് പോളിംഗ് തുടങ്ങി? 1-ാം നമ്പർ തുടങ്ങിയിട്ടില്ല. 6 മണിയാകുമ്പോഴല്ലേ മോക്ക് പോളിംഗ് തുടങ്ങുന്നത്. ആയിട്ടില്ല. ഏതായാലും 1-ാം നമ്പർ ബൂത്തിൽ മോക്ക് പോളിംഗ് ആരംഭിക്കുന്നേ ഉള്ളൂ. 2-ാം നമ്പർ ബൂത്തിൽ ഇതിനോടകം തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ബൂത്ത് ഏജന്റുമാരെല്ലാം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ 1-ാം നമ്പർ ബൂത്തിൽ 6 മണിയോടുകൂടി മോക്ക് പോളിംഗ് ആരംഭിക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്. അങ്ങനെ പാലക്കാട് ഇനി ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് ഇനി അല്പസമയത്തിനകം മാറും. മുഴുവൻ ആളുകളെയും പെട്ടെന്ന് തന്നെ എത്തിച്ച് പരമാവധി വോട്ടുകൾ രാവിലെ തന്നെ പെട്ടിയിലാക്കുക എന്ന നീക്കത്തിലേക്കായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ കടക്കുക. തീർച്ചയായും ഇക്ബാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. രാഷ്ട്രീയപരമായി അത്തരത്തിൽ ആവേശപൂർവ്വം നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകമായി ഇന്ന് ശ്രദ്ധാകേന്ദ്രമായി പാലക്കാട് മാറാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ള ആകാംക്ഷ ബാക്കി നിൽക്കുന്നത് കൊണ്ടുകൂടിയാണ്. എന്താണ് രാഹുലിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചന? ഇക്ബാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വോട്ട് ചെയ്യാൻ ഈ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്തിലേക്ക് എത്താനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? ശ്രുതി, അതായത് രാഹുൽ ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ എത്തുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് രാഹുലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. MLA ഓഫീസിലെ ജീവനക്കാർ രാഹുലുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള വിവരങ്ങളും അറിയില്ല എന്ന് പറയുമ്പോഴും പാർട്ടിക്കകത്ത് നേരത്തെ രാഹുലിനുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഏറ്റവും അടുപ്പമുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വൈകിട്ടോടുകൂടി ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതമെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പാലക്കാട്ടേക്ക് തിരിച്ചെത്തുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് നേരെ ഈ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ 2-ാം നമ്പർ ബൂത്തിലേക്ക് ആയിരിക്കും രാഹുലിനെ എൻട്രി
ഏറെ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ പോലീസിന് നടപടി ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മുൻകൂർ ജാമ്യം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി എടുക്കുന്നതിൽ വലിയ രീതിയിൽ തടസ്സമില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിനോടൊപ്പം തന്നെ പ്രതിഷേധം നേരത്തെ ഈ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെ രാഹുലിനെതിരെ പാലക്കാട് ജില്ലയിൽ DYFI, SFI, BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. രാഹുൽ തിരിച്ചെത്തിയപ്പോഴെല്ലാം രാഹുലിനെതിരെ വലിയ രീതിയിൽ സമരങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വിവരങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ DYFIയും SFIയും എല്ലാം അവരുടെ പ്രതിഷേധം MLA ഓഫീസിന്റെ പടി വരെ നീട്ടി. MLA ഓഫീസിന്റെ വാതിൽക്കൽ റീത്ത് വെക്കുന്ന രീതിയിലേക്ക് വരെ ഈ പ്രതിഷേധം നീണ്ടിരുന്നു. BJPയും മഹിളാ മോർച്ച പ്രവർത്തകരെ കൊണ്ടും യുവമോർച്ച പ്രവർത്തകരെ കൊണ്ടും എല്ലാം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ പോലീസ് നടപടിക്കൊപ്പം തന്നെ ഈ വലിയ പ്രതിഷേധങ്ങൾ കൂടി നേരിടേണ്ടി വരും. ഏതായാലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസും ഈ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ പരിസരത്തെ ഈ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇക്ബാൽ അറക്കലാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും ഒരു ബൂത്തിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകമായിട്ടും ഇന്ന് പാലക്കാട് എടുത്ത് പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളൊരു ആകാംക്ഷ കൂടിയുണ്ട് എന്നുള്ളതാണ്.